കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെൻ്റെ വിശ്വാസം കാപ്പാൻ വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുന്നു. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെപ്പോൾ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെപ്പോൾ വേറെ പ്രിയനില്ലായേ. പാടും ഞാൻ യേശുവിൻ അതുല്യ സ്നേഹത്തെ, പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ പാവനമാം ചട്ടമെൻ്റെ കീർത്തനങ്ങളത്രേ. നാൾ തോറും അവകളെ ധ്യാനിക്കുന്നു. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെപ്പോൾ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെപ്പോൾ വേറെ പ്രിയനില്ലായേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. അത് യേശു നമ്മുടെ പ്രിയനാണ്. അവനെ പോലെ മറ്റൊരു പ്രിയനില്ല. യേശുവെ പോലെ സ്നേഹിക്കുവാൻ, യേശുവെ പോലെ കരുതുവാൻ, യേശുവെ പോലെ മറ്റാരുമില്ല. അവൻ നമുക്ക് വേണ്ടി ജീവനെ തന്ന നമ്മുടെ ആത്മനാഥനാണ്. അവന് വേണ്ടി സമർപ്പണത്തോടെ ജീവിതം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു മനോഹരമായ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ പൈതൽ അവൻ വിശ്വാസത്തിൽ എത്ര വളർന്നാലും അവനെ ദൈവം ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അത് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് ആയിരിക്കും, എന്നാൽ ചിലപ്പോൾ അതല്ല, കുടുംബമായും ദൈവം ചിലപ്പോൾ ശാസിച്ചെന്നിരിക്കും. ചില സന്ദർഭങ്ങളിൽ ഒരു സഭയെ മുഴുവനായും ദൈവം ശാസിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം ശാസിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു പോവാം. എന്നാൽ മറക്കരുത്, ഒരു കാരണമില്ലാതെ ദൈവം ആരെയും ശാസിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ശാസനയുടെ ദുഃഖം ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്, ദൈവത്തിൻ്റെ മകനാണ് ദൈവപൈതലേ നീയെങ്കിൽ അവൻ്റെ ശാസന പിതൃപുത്ര ബന്ധത്തിൻ്റെ ഒരവിഭാജ്യ ഘടകമാണ്. പുത്രനായതുകൊണ്ടാണ് ദൈവം നിന്നെ ശാസിക്കുന്നത്. എബ്രായലേഖനം 12:7, അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് അങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭൂമിയിലെ നിൻ്റെ ആയുസ്സ് നിത്യതയുടെ വെളിച്ചത്തിൽ ഒരു ശൈശവകാലമാണ്. നിൻ്റെ ശൈശവകാലത്ത് പിതാവിൻ്റെ ശിക്ഷണം നിനക്ക് കൂടിയേ തീരും. ദൈവത്തിന് സ്തോത്രം. ശാസനയിൽ വേദന അനുഭവിക്കുന്ന, ശാസന മുഖാന്തരം മനസ്സ് ഭാരപ്പെടുന്ന, ശാസനയുടെ മുഖം ഭാരമായി തോന്നുന്നവരറിയേണ്ട രണ്ടാമത്തെ കാര്യം, ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ശാസന ഒരു ദണ്ഡനമോ ശിക്ഷാവിധിയോ അല്ല. ദൈവത്തിന് സ്തോത്രം. എന്തെന്നാൽ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി എന്ന് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നു.
ചെയ്തു പോയ കുറ്റത്തിനുള്ള ഒരു ശിക്ഷയല്ലത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് നൽകുന്ന ഒരു ശാസനയും നാം നന്നാവാൻ നൽകുന്ന ശിക്ഷകളാണ്. ദൈവത്തിന് സ്തോത്രം. ഏത് ശാസനയും അങ്ങനെ തന്നെയാണ്. കുറ്റത്തിന് ഒരു ദണ്ഡനം നൽകാനല്ല, നാം തെറ്റ് ചെയ്തിട്ട് നാം അടി വാങ്ങുന്നതല്ല, നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ അവൻ നമ്മെ ശിക്ഷിക്കുന്നു. എബ്രായർ 12:10 അതുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2 കാര്യങ്ങളായി. ഇനി മൂന്നാമത്, ഒരു ദൈവപൈതൽ ദൈവേഷ്ടത്തിന് വിപരീതമായി സ്വേച്ഛാനുസരണം പോകുമ്പോൾ ആ പാതയിൽ ദൈവശിക്ഷ തീർച്ചയായും പ്രതീക്ഷിച്ചു കൊള്ളണം. ദൈവത്തിൻ്റെ ഹിതത്തിന് വശപ്പെടാതെ, ദൈവഹിതം അങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും മറ്റൊന്നിലേക്ക് മനസ്സ് പതറി പോകുമ്പോൾ ചിന്തിച്ചു കൊള്ളണം, തീർച്ചയായും ശിക്ഷയുണ്ടാകും. അങ്ങനെയും ശിക്ഷ ലഭിക്കും. നീ വഴി തെറ്റിയാൽ അടി കൊണ്ടേ മടങ്ങി വരൂ. വഴിയിൽ പോകുമ്പോൾ അടി കിട്ടിയാൽ നിൽക്കും തിരിഞ്ഞു നോക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പഴയ നിയമത്തിലെ ഒരു ദൈവപുരുഷനായ യോനയെ നോക്കുക. അനുസരണക്കേടിൻ്റെ പാതയിൽ അവൻ പോയി. എന്ത് സംഭവിച്ചു? അവൻ തിരമാലയിൽ എറിയപ്പെട്ടു. അല്പമെങ്കിലും ദൈവേഷ്ടത്തിന് വ്യതിചലിച്ചാൽ, അങ്ങനെയാണ് നീ പോകുന്നതെങ്കിൽ ആ യാത്ര സമാധാന പര്യവസാനമായിരിക്കും എന്ന് കരുതരുത്. സമാധാനമായി നിൻ്റെ ജീവിതയാത്ര മുൻപോട്ട് പോകണമെങ്കിൽ എപ്പോഴും ദൈവഹിതത്തിന് സമർപ്പിച്ചിട്ടുള്ള ഒരു യാത്ര തന്നെ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. യോനയുടെ യാത്ര ദൈവഹിതത്തിന് വിപരീതമായിരുന്നല്ലോ. അതുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി അനേക പ്രതിസന്ധികൾ അവന് വന്നു. അവൻ എല്ലാവരും കൈവിട്ടു. അവൻ കടലിൽ എറിയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രമെങ്കിലും ദൈവത്തിന് അവനെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് കടലിൻ്റെ നടുവിൽ ഒരു കടലാനെ, ഒരു തിമിംഗലത്തെ ദൈവം തന്നെ അവന് വേണ്ടി ഒരുക്കി. തിമിംഗലത്തിൻ്റെ വയറ്റിൽ യോന ഒതുങ്ങിപ്പോയി. അവിടെ വെച്ച് അവനൊരു ചെറിയ മാനസാന്തരം വന്നു. അവൻ ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. തിമിംഗലം അവനെ കരയിലേക്ക് കൊണ്ടുവന്ന് ഛർദ്ദിച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടെ അവൻ ദൈവത്തിൻ്റെ കരം മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. പിന്നെ ദൈവം യോനയോട് സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ ദൈവവചനത്തിൽ നമുക്ക് കാണാം. എങ്കിലും അവൻ്റെ പിന്മാറ്റത്തിൻ്റെ അനുഭവം അവൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാതെ തുടർന്നു. ദൈവം അവന് വേണ്ടി ഒരുക്കിയ കരുതലിനെ കണ്ടിട്ടും അവൻ മാനസാന്തരപ്പെട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അവസാനം യോനയ്ക്ക് എന്താണ് സംഭവിച്ചത്? യോന ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് ഒക്കെ പ്രവർത്തിച്ചെങ്കിലും വീണ്ടും അവസാനമായി യോന പറയുന്നു, ഞാൻ ജീവപര്യന്തം കോപിക്കുന്നത് എനിക്ക് വിഹിതം. പക്ഷേ ശാസന കൊണ്ട് യോന മാനസാന്തരത്തിലേക്ക് പൂർണ്ണമായി വന്നില്ല. അവൻ്റെ മനസ്സെപ്പോഴും കലുഷിതമായിരുന്നു. എപ്പോഴും അതിൽ മറുതലിപ്പായിരുന്നു. എപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന പ്രകൃതമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവപൈതലേ, ദൈവം സ്നേഹിക്കുന്ന മക്കളെയാണ് ശിക്ഷിക്കുന്നത്. അവൻ വഴിതെറ്റിപ്പോയ ദൈവപൈതൽ വഴിതെറ്റിപ്പോയാലും അവൻ ശിക്ഷിക്കുന്നത് അവൻ മടങ്ങി വരുവാനുള്ള താല്പര്യത്തോടെയാണ്. പക്ഷേ യോനയ്ക്ക് അവൻ വേണ്ട പോലെ ദൈവസന്നിധിയിൽ അവൻ്റെ കരത്തിൽ താണിരിപ്പാൻ കഴിഞ്ഞില്ല. ഞാൻ ജീവപര്യന്തം കോപിക്കുന്നത് എനിക്ക് വിഹിതം എന്ന് പറഞ്ഞ് യോന ദൈവസന്നിധിയിൽ നിന്ന് ഒഴിഞ്ഞ് മാറിപ്പോവുകയായിരുന്നു.
വിശ്വാസവീരന്മാരുടെ പട്ടികയിലും അവനെ കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യോനയെ ദൈവം നീതീകരിച്ചോ? യോന വീണ്ടും ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ടോ? യോനയെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നൊന്നും നമുക്ക് വേണ്ടതുപോലെ ഊഹിക്കുവാൻ കഴിയുന്നില്ല. എങ്കിലും ആ ഭാഗം, യോനയുടെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം വായിക്കുന്നത്, യോന ജീവപര്യന്തം എനിക്ക് കോപിക്കുന്നത് വിഹിതം എന്ന് പറഞ്ഞ് ദൈവസ്ഥനിൽ നിന്ന് ഓടിപ്പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ശിക്ഷണത്തിന് വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയാത്ത, ദൈവത്തിൻ്റെ ശിക്ഷണത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കുവാൻ കഴിയാതെ പോയ ഒരു വ്യക്തിയായിരുന്നു യോന. ദൈവത്തിന് സ്തോത്രം. ഞാൻ ജീവപര്യന്തം കോപിക്കുന്നത് എനിക്ക് വിഹിതം. ദൈവത്തിൻ്റെ ശിക്ഷ ലഭിക്കുമ്പോൾ അതിൽ കോപിക്കരുത്. കോപിച്ചാൽ നീ ഒരു പിന്മാറ്റത്തിലേക്ക് പോകും. ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത വിധത്തിൽ പിന്മാറിപ്പോകുവാൻ ഇടയാകും. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കോപം, ദൈവത്തിൻ്റെ ശിക്ഷയിൽ മനം തിരിഞ്ഞ് മടങ്ങി വരുവാനിടയാകണം. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ വാളിന് മൂർച്ച കൂട്ടും എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാലാമതായി, നിൻ്റെ മാർഗം ശരിയാണെങ്കിലും മറ്റുള്ളവരുടെ തെറ്റായ മാർഗത്തിലുണ്ടാകുന്ന ദോഷങ്ങളിലൂടെയും ചിലപ്പോൾ ദൈവം നിന്നെ ശാസിക്കും. എന്താണ് പറഞ്ഞത്? ഒരു പക്ഷെങ്കിൽ ദൈവപൈതലേ, നീ പോകുന്ന വഴി കറക്റ്റായിരിക്കും. നീ കർത്താവിനെ ഏകാഗ്ര ഹൃദയത്തോടെ നിർമ്മലതയോടെ സേവിക്കുന്ന ദൈവപൈതലായിരിക്കും. പക്ഷേ മറ്റുള്ളവരുടെ മാർഗത്തിലുണ്ടാകുന്ന, മറ്റുള്ളവരുടെ ജീവിതയാത്രയിൽ അവരുടെ മാർഗത്തിലുണ്ടാകുന്ന ദോഷങ്ങളിലൂടെയും അവരുടെ ദോഷം മുഖാന്തരവും ചിലപ്പോൾ ദൈവം നിന്നെ ശാസിച്ചെന്നിരിക്കും. അത് നിരാശപ്പെടരുത്. ജോസഫിൻ്റെ ജീവിതത്തിൽ നമുക്കൊരു ഉദാഹരണം കാണാൻ സാധിക്കും. താൻ അനുഭവിക്കേണ്ടി വന്ന അനവധി കഷ്ടതകൾ തൻ്റെ തെറ്റുകൊണ്ടായിരുന്നില്ല. ജോസഫ് എന്തെല്ലാം കഷ്ടത അനുഭവിച്ചു, പുട്ടക്കണ്ടിലിട്ടു. അത് തൻ്റെ തെറ്റുകൊണ്ടായിരുന്നോ? അല്ല. ദൈവത്തിന് സ്തോത്രം. പൊത്തിഫറിൻ്റെ ഭവനത്തിൽ വെച്ച് ഉപദ്രവിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. അത് തൻ്റെ തെറ്റുകൊണ്ടായിരുന്നോ? അല്ല. മറ്റും പല സന്ദർഭങ്ങളിൽ അവൻ പീഡിപ്പിക്കപ്പെട്ടു, ദണ്ഡിപ്പിക്കപ്പെട്ടു, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. അതൊന്നും താൻ ചെയ്ത തെറ്റുകൊണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരുടെ തെറ്റുകൾ കൊണ്ട് ജോസേഫിന് അങ്ങനെ സംഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. നീയും അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് ദൈവം നിൻ്റെ നന്മയ്ക്കായി അനുവദിച്ചിട്ടുള്ളതാണ് എന്ന് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവപൈതലേ, അന്യായമായി നീ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? നിൻ്റെ സ്നേഹിതർ മുഖാന്തരം, നിൻ്റെ സഹോദരങ്ങൾ മുഖാന്തരം, നിൻ്റെ ബന്ധുജനങ്ങൾ മുഖാന്തരം നീ പീഡ അനുഭവിക്കുന്നുണ്ടോ? നിരാശപ്പെടരുത്. അതിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആരോടും മുഷിയണ്ട. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ മാനിക്കുക. ദൈവം നിന്നെ മാനിക്കാനായിട്ടാണ്. ചില പരിതസ്ഥിതിയിലൂടെ നീ കടന്നു പോയെങ്കിൽ മാത്രമേ. ചിത്രശലഭത്തിൻ്റെ ജീവിതത്തിൽ നാം നോക്കിയാൽ അത് വളരെ ശോചനീയമായ അവസ്ഥയിലൂടെയാണ് വളരെ മനോഹരമായ ശലഭമായി വരുന്നത്.
അതിൻ്റെ പ്യൂപ്പദശ അതിൻ്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം. പട്ടുനൂൽ പുഴുക്കളെ നോക്കിയാൽ അതിൻ്റെ പട്ടുനൂല് പിടിച്ച ആ പ്യൂപ്പദശയിൽ അതിനെ കണ്ടാൽ അതിനൊരു ഭംഗിയുമില്ല. എന്നാൽ അതെല്ലാം കഴിഞ്ഞിട്ട് അത് മനോഹരമായ ഒരു ചിത്രശലഭമായി വരും. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു കുഞ്ഞ് പട്ടുനൂൽ പുഴുവിൻ്റെ ഈ പ്യൂപ്പദശയിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിന് വേദനയുണ്ടാകുമെന്ന് പറഞ്ഞ് ഒരു ചെറിയ കത്രിക കൊണ്ടുവന്ന് ആ പ്യൂപ്പദശയിൽ അതിൻ്റെ മുകളിലുള്ള പട്ടുനൂല് കണ്ടിച്ച് കളഞ്ഞു. ആ പുഴുവിനെ സ്വതന്ത്രയാക്കി. ഇപ്പോൾ അതിന് വേദനയില്ലെന്നാ കുട്ടിയുടെ വ്യാരം. പ്യൂപ്പദശയിലെ പട്ടുനൂലുകൊണ്ട് ചുറ്റപ്പെട്ട ആ പ്യൂപ്പദശയിൽ ചെറിയ കത്രിക കൊണ്ട് അതിന് പരുക്ക് പറ്റാതെ കട്ട് ചെയ്ത് വെളിയിൽ വെച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചില സമയം കഴിഞ്ഞപ്പോൾ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്യൂപ്പദശ ഇരുന്ന അനേക പട്ടുനൂൽ പുഴുക്കളുടെ പ്യൂപ്പദശയുള്ള കവചങ്ങളുണ്ടായിരുന്നു. ആ കവചങ്ങൾ അതിൻ്റെ ഉള്ളിലെ സമാധിയുടെ സമയം കഴിഞ്ഞ് വളരെ വിചിത്രമായ ശലഭങ്ങളായി അവ പുറത്തു വന്നു. പട്ടുനൂൽ പുഴുക്കൾ ശലഭങ്ങളായി. നമ്മുടെ പിഞ്ചുബാലൻ കട്ട് ചെയ്ത് വിട്ട ആ പുഴുവാകട്ടെ ആ ശുഭകരമായ പര്യവസാനത്തിൽ വരാതെ ചത്തുപോകുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ദശകളിലൂടെ പോയെങ്കിൽ മാത്രമേ അതിന് ശുഭകരമായ ഒരു പര്യവസാനിയിൽ വരാൻ കഴിയുകയുള്ളൂ. ആ പ്യൂപ്പയുടെ ദശയിലൂടെ വളരെ ഞെരുങ്ങി ഉള്ള ഒരു സഫറിങ്ങിലൂടെ, ഒരു കഷ്ടതയിലൂടെ അത് ഓരോ ദശകളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ അവസാനമായി മനോഹരമായ ഒരു ശലഭമായി അതിന് പുറത്തു വരുവാൻ കഴിയുകയുള്ളൂ. അതതിൻ്റെ കുറ്റമല്ല. ആ ഭംഗിയേറിയ ചിറകുകൾ വരണമെങ്കിൽ, മനോഹരമായ രൂപവും ഭാവവും ലഭിക്കണമെങ്കിൽ അതിൻ്റെ സൃഷ്ടിതാവ് വച്ചിരിക്കുന്ന ചില ദശകളാണ്, ചില സ്റ്റേജുകളാണ്, ചില അവസ്ഥകളാണ്. ഈ അവസ്ഥകളിലൂടെ പോയെങ്കിൽ മാത്രമേ അതിന് മനോഹരമായ ഒരു ചിറക് ലഭിക്കുകയുള്ളൂ. ദൈവപൈതലേ, അതുപോലെ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ നിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ചില ശോധനകളുടെ, ചില സമാധികളുടെ സമയങ്ങളുണ്ട്, ചില കഷ്ടതയുടെ സമയങ്ങളുണ്ട്. ഈ കഷ്ടതയില്ലാതെ കത്രിക കൊണ്ട് ബാലൻ ആ പുഴുവിനെ സ്വതന്ത്രമാക്കിയതുപോലെ സ്വതന്ത്രമായ ഒരു ജീവിതമുണ്ടായാൽ മനോഹരമായ ചിറകുകൾ നിനക്ക് ലഭിക്കുകയില്ല, മനോഹരമായ ഒരു ജീവിതം നിനക്ക് ലഭിക്കുകയില്ല. നിൻ്റെ സൃഷ്ടിതാവിൻ്റെ പദ്ധതി പ്രകാരം നീ രൂപഭംഗി ഉള്ളവനാകണമെങ്കിൽ, ആത്മീയമായ മനോഹരമായ ആത്മീയ ചിറകുകൾ, മനോഹരമായ ആത്മീയ അനുഭവങ്ങൾ, മനോഹരമായ ആത്മീയ ഫലങ്ങൾ നിനക്ക് ലഭിക്കണമെങ്കിൽ ഈ ദശയിലൂടെയൊക്കെ നീ കടന്നു പോകണം. ഈ കഷ്ടതയുടെ സ്റ്റേജുകളിലൊക്കെ നീ കടന്നു പോകണം. ദൈവത്തിന് സ്തോത്രം. ജോസഫിൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. അന്യായമായി പീഡിപ്പിക്കപ്പെട്ടു. അത് അവൻ്റെ നന്മയ്ക്കായി ദൈവം അനുവദിച്ചിട്ടുള്ളതാണെന്ന് ജോസേഫ് മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ആരാലും അറിയപ്പെടാതെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട അവസ്ഥകളുണ്ടാകും. യോബിന് അങ്ങനെ ആയിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. സ്വന്തം ഭവനം വിട്ട് ഒറ്റയ്ക്ക് പൂഴി ചാരം വാരി തന്നെത്താൻ ശരീരത്തിലിട്ട് ഓട്ട് കഷ്ണം കൊണ്ട് ചൊറിഞ്ഞ് എല്ലാവരാലും നിന്ദിക്കപ്പെട്ടവനായി. എന്തിനായിരുന്നു അങ്ങനെ? അതെ, അവനെ ദൈവം ഇരട്ടി നന്മ നൽകി മാനിക്കുവാനായിരുന്നു.
ദൈവ പൈതലേ, നിൻ്റെ കഷ്ടതയുടെ നടുവിലും നീ നിരാശപ്പെട്ടു പോകരുത്. ദൈവം നിന്നെ മാനിക്കും. ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ തെറ്റായ മാർഗത്തിലുണ്ടാകുന്ന ദോഷങ്ങളിലൂടെയും നീ പരീക്ഷിക്കപ്പെടാം. എന്നാലും ആരോടും പക വേണ്ട. യോസേപ്പിന് ആരോടും പകയില്ലായിരുന്നു. അവസാനം യോസേപ്പ് മന്ത്രിയായിരുന്നപ്പോൾ, തൻ്റെ സഹോദരന്മാർ വന്നപ്പോൾ, തന്നെ കാണുവാൻ വന്ന സന്ദർഭങ്ങളിൽ യോസേപ്പിൻ്റെ വാക്കുകൾ വളരെ നമുക്ക് അത്ഭുതം തോന്നും. നിങ്ങളുടെ ഈ കഷ്ടതയുടെ നടുവിൽ നിങ്ങളെ രക്ഷിക്കുവാനായിരിക്കാം ദൈവം നേരത്തെ മുന്നമേ എന്നെ ഇവിടേക്ക് അയച്ചതെന്ന്. ആ ഭാഗം വായിക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. തങ്ങളാൽ അനുഭവിക്കപ്പെടേണ്ടി വന്ന വേദനയുടെ നടുവിലും യോസേഫിൻ്റെ മനസ്സ് ആരോടും പകയില്ലാതെ ശാന്തമായി സഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നീ എന്നെ ശോധന ചെയ്താലും ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ദൈവത്തിന് സ്തോത്രം. പ്യൂപ്പയുടെ ദിശ ശോധനയുടെ ദിശയാണ്. ഈ സമാധിയുടെ സമയം അത് ശോധനയുടെ സമയമാണ്. ഇത് കഴിഞ്ഞ് പൊന്നുപോലെ ഇരട്ടി ഭംഗിയോടെ മനോഹര രൂപഭംഗിയോടെ നിനക്ക് പുറത്തു വരുവാൻ കഴിയും. അപ്പോഴാണ് ശലഭം എത്ര മനോഹരമായിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ അത് ഒറ്റപ്പെട്ട അനുഭവം ആരും അറിയുന്നുണ്ടാവില്ല. ദൈവത്തിന് സ്വന്തീകപതിലെ നിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഓർത്ത് നീ നിരാശപ്പെടണ്ട. നീ പൊന്നുപോലെ പുറത്തു വരുന്ന ദിവസങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. മനോഹരമായ തൂവലുകൾ ദൈവം നിനക്ക് നൽകും. മനോഹരമായ അനുഭവം ആത്മീയ നിലയിലും ഭൗതികതയിലും ദൈവം നിനക്ക് നൽകുവാൻ ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. മറ്റുള്ളവരാൽ അനുഭവിക്കപ്പെടുന്ന നിന്ദയിലും അപമാനത്തിലും വേദനയിലും നിരാശപ്പെടരുത്. നിന്നെ പീഡിപ്പിക്കുന്നവരോട് നീ മുഷിയരുത്. എല്ലാം ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്നും വാങ്ങി സന്തുഷ്ടിയോടെ സമാധാനത്തോടെ ആയിരിക്കാം. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ നടുവിൽ നിരാശപ്പെടരുത്. മറ്റുള്ളവരാൽ അനുഭവിക്കപ്പെടേണ്ട വേദനയും ദൈവത്തിൻ്റെ നിന്നെ ഒരുക്കുവാനുള്ള ഒരു പദ്ധതിയാകും. ദൈവത്തിന് സ്തോത്രം. നിരാശപ്പെടാതെ ധൈര്യത്തോടെ അവൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. പ്രതിസന്ധി വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, ശോധന വരുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചാലും ദേഹസഹിതനായി എൻ്റെ പ്രിയനെ കാണുമെന്ന് യോബ് പറഞ്ഞല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ സമർപ്പിക്കാം. യോബിനെ പോലെ, യോസേഫിനെ പോലെ പീഡയുടെ മുമ്പിൽ നിരാശപ്പെടാതെ കർത്താവിനതിലൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കി അവനോട് ചേർന്നിരിക്കാം. പീഡകൾ വന്നാലും ഭയമെനിക്കില്ല, പാടുകൾ സഹിച്ച ക്രിസ്തുവൻ നായകൻ വൻകൃപ തന്നിടുമേ. തൻ്റെ വൻകൃപ തന്നിടുമേ. രാജാതിരാജൻ വരുന്നിതാ, തൻ്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. എൻ ദേഹം രോഗത്താൽ ക്ഷയിച്ചെന്നാകിലും, എൻ ദേഹം രോഗത്താൽ ക്ഷയിച്ചെന്നാകിലും ദേഹസഹിതനായി പ്രിയനെ കാണും ഞാൻ. അവനെൻ്റെ വൈദ്യനല്ലോ, എന്നും അവനെൻ്റെ വൈദ്യനല്ലോ, അവനെൻ്റെ വൈദ്യനല്ലോ, എന്നും അവനെൻ്റെ വൈദ്യനല്ലോ. രാജാതിരാജൻ വരുന്നിതാ, തൻ്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജൻ വരുന്നിതാ,
തൻ്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. പരിശുദ്ധ പിതാവേ, യോസഫിനെ പോലെ സ്വന്തം സഹോദരങ്ങളാൽ പോലും കഷ്ടത അനുഭവിച്ചിട്ടും അവൻ ദിവസത്തിൽ നിന്ന് പിന്മാറാതെ കർത്താവിൻ്റെ ഹിതത്തിന് സമർപ്പിച്ചു കൊടുത്തതുപോലെ നിൻ്റെ ശിക്ഷ കർത്താവെ സന്തോഷത്തോടെ സഹിപ്പാൻ, ഒരു ശലഭം പോലെ പുറത്തു വരുവാൻ കൃപ നൽകി ശക്തീകരിക്കണം. പ്രതിബന്ധങ്ങൾ തകർന്നു പോകാതെ വിശ്വസ്തയോടെ നിൽപ്പാൻ ശക്തീകരിച്ചാട്ടെ. നിന്റെ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിടുതലയച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. വിവിധ വിഷയങ്ങൾക്ക് മറുപടി നൽകി ആദരിക്കണമേ. തിരുനാമത്വത്തിനായി സകലം ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.